പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനൊരു ദിവസം ദേവ്യാനി നയനെ സംസാരിക്കുന്നത് ആദർശ് ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ്. ദേവ്യാനി നയനയോട് പറയുന്നുണ്ട്, മോളെ, നമ്മൾ ഒന്നായ കാര്യം കനകയും ഗോവിന്ദനും അറിഞ്ഞു. ഇവിടെയുള്ള മറ്റ് അസൂയ കൂട്ടങ്ങളൊന്നും അറിയേണ്ട. അതുമാത്രമല്ല, എന്നെ കുറച്ച് നാൾ ഇവിടെയുള്ളവർ കുരങ്ങ് കളിപ്പിച്ചതല്ലേ, അതുകൊണ്ട് ആദർശിനോടും ജയേട്ടനോടും ഒന്നും പറയേണ്ട. അതുകൊണ്ട് ഇങ്ങനെ തന്നെ കുറച്ച് നാളും കൂടി മുന്നോട്ട് പോകട്ടെ എന്നൊക്കെ പറയുകയാണ് ദേവയാനി. ആദർശേട്ടൻ ഇപ്പോൾ എന്നോട് എന്തോ ഒരു പരിഭവമുള്ളത് പോലെ തോന്നുന്നുണ്ട്. എന്നോടൊരു അകൽച്ച ആദർശേട്ടൻ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തൊരു സംശയമുള്ളത് പോലെ തോന്നുന്നുണ്ട് അമ്മേ. കളി കാര്യമാകുമോ എന്ന് ചോദിക്കുകയാണ് നയന. അപ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട്, ഒരു പ്രശ്നവും ഉണ്ടാവില്ല മോളെ. കുറച്ചു കാലം കൂടി ഇങ്ങനെ അങ്ങ് പോകട്ടെ. അവൻ അതൊന്നും മനസ്സിൽ വെക്കില്ല. മോളോട് അവന് വലിയ സ്നേഹമാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യം കുറച്ച് നാൾ മറച്ചു വെച്ചാലും അവൻ മോളോട് പിണങ്ങാനൊന്നും പോകുന്നില്ല. അങ്ങനെ അവൻ പിണങ്ങിയാലും അമ്മ കൂടെയില്ലേ, കാര്യങ്ങളെല്ലാം ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കാം. അങ്ങനെ ദേവ്യാനി നയനെ ഒന്നായ കാര്യം ആദർശ് അറിയുകയാണ്. അങ്ങനെ ആദർശ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്തോ ഉണ്ടല്ലോ, അല്ലെങ്കിൽ അമ്മ പോയിട്ട് അവളെ കൂട്ടിക്കൊണ്ടുവരികയില്ല. എന്തായാലും അമ്മയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ആദർശ് ആകപ്പാടെ ഒരു ടെൻഷൻ ആവുകയാണ്. നയനെ എന്നോട് എന്താണ് ഈ സത്യം മറച്ചു വയ്ക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുകയാണ് ആദർശ്. അങ്ങനെ ആദർശ് പോയിട്ട് അനിയോട് പറയുന്നുണ്ട്, അനി, ഞാൻ എന്നോടൊരു കാര്യം ചോദിക്കട്ടെ, എൻ്റെ ഒരു സംശയമാണ്. അത് കേട്ട് അനി പറയുന്നുണ്ട്, എന്താ ആദർശേട്ടാ, ആദർശേട്ടന് എന്താണ് സംശയം? അത് എന്നോട് ചോദിക്കാൻ മാത്രം. അതനി നിൻ്റെ ഏട്ടത്തിയെ കുറിച്ചിട്ടാണ്, നയനെ കുറിച്ചിട്ട്. അതെന്താ നയനേട്ടത്തിയെ കുറിച്ചിട്ട് ഇപ്പോൾ ചോദിക്കാനായിട്ട്? അത് നയന എന്നിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വെക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ചോദിച്ചത്, എൻ്റെ തോന്നലാണോ എന്ന്. എന്ത് മറച്ചു വയ്ക്കുന്നു എന്നാണ് ആദർശേട്ടൻ പറയുന്നത്? നയനേടത്തി ഏട്ടനിൽ നിന്ന് എന്ത് മറച്ചു വയ്ക്കാനാണ്? അമ്മയും നയനയും എന്തൊക്കെയോ മറച്ചു വയ്ക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്നൊക്കെ പറയുകയാണ് ആദർശ്. അതെന്താ ഏട്ടൻ അങ്ങനെ പറയുന്നത്? വല്യമ്മ നയനേടത്തി എന്ത് മറച്ചു വെച്ചെന്നാണ് ഏട്ടൻ പറയുന്നത്? അനി, അവർ എന്നിൽ നിന്ന് എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്. നിനക്കറിയാമല്ലോ, അമ്മയ്ക്ക് നയനയോട് നല്ല ദേഷ്യമായിരുന്നു. ഇപ്പോൾ അതിലെന്തൊക്കെയോ മാറ്റമുണ്ടെന്ന് തോന്നുന്നു. അത് കേട്ട് അനി പറയുന്നുണ്ട്, അത് നേരാ, വല്യമ്മയ്ക്ക് നയനേടത്തിയോട് പഴയ ദേഷ്യമൊന്നും ഇപ്പോൾ ഇല്ല. സർജറിക്ക് ശേഷം വല്യമ്മ ഒരുപാട് മാറിയിട്ടുണ്ടെന്ന് എനിക്കും തോന്നി. അത് തന്നെയാണ് ഞാനും പറയുന്നത്. അതിനെന്താ ആദർശേട്ടാ, അത് നല്ല കാര്യമല്ലേ? അതിനെന്താ, വല്യമ്മ മാറട്ടെ, നയനേടത്തിയെ വല്യമ്മ മനസ്സിലാക്കണം. അനി, എനിക്കിപ്പോഴൊരു സംശയമുണ്ട്. നയനയാണ് കരൾ തന്നതെന്ന കാര്യം അമ്മ അറിഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. അതുകൊണ്ടാണോ അമ്മയുടെയും മാറ്റം എന്ന് എനിക്ക് സംശയമുണ്ട്. അത് കേട്ട് അനി ചോദിക്കുന്നുണ്ട്, അതെന്താ ആദർശേട്ടാ അങ്ങനെ ഒരു സംശയം? നയന വീട്ടിൽ നിൽക്കുകയാണെന്നും ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരികയില്ലെന്നും പറഞ്ഞതല്ലേ? ആ സമയത്ത് ഒരു മടിയുമില്ലാതെ അമ്മ നയനെ കൂട്ടിക്കൊണ്ടുവന്നു. അവിടെയാണ് എനിക്ക് സംശയം തോന്നിയത്. ഒരിക്കലും അമ്മ അങ്ങനെ പോകുന്ന ഒരാളല്ല. ഞാൻ ചെന്ന് വിളിച്ചിട്ട് പോലും നയനെ വരാൻ കൂട്ടാക്കിയില്ല. അപ്പോൾ അമ്മ അവളെ വന്ന് വിളിക്കുമെന്ന ധൈര്യം അവൾക്കുണ്ടായിട്ടല്ലേ? അമ്മ ഒരു മടിയുമില്ലാതെ അവളെ കൂട്ടിക്കൊണ്ടുവന്നു. അവിടെ ചെന്ന് മാപ്പ് പറഞ്ഞിട്ടായിരിക്കുമല്ലോ കൂട്ടിക്കൊണ്ടുവന്നത്. അവർ തമ്മിൽ ഇനി ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാകില്ലെന്നും പറഞ്ഞിട്ടുണ്ടാവും. ഇവിടെ വന്നിട്ടും എന്തൊക്കെയോ ഒരു ഒളിച്ചുകളി പോലെ. ഞാൻ കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ട് നയനെ പോലെ എന്നോടൊന്നും തുറന്നു പറയുന്നില്ല നീ. അതുപോലെ തന്നെ അമ്മയെ ഒന്നും വിട്ടു പറയുന്നില്ല. ഭയങ്കര അഭിനയം പോലെ. ഇതൊക്കെ എനിക്കൊരു സംശയം തോന്നുന്നുണ്ട്. എന്തായാലും അവർ ഒന്നിക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്, ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചതുമാണ്. അപ്പോൾ അതെല്ലാം ശരിയായത് കൊണ്ട് തന്നെ അവരെന്തിനാണ് എന്നോട് മറയ്ക്കുന്നത്? ഇനിയിപ്പോൾ അമ്മ പറഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ അക്കാര്യം എന്നോട് പറയേണ്ട അനി. അതെന്നെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നുണ്ട് എന്നൊക്കെ പറയുകയാണ്. അത് കേട്ട് അനി പറയുന്നുണ്ട്, അതൊന്നും ഒരിക്കലും ഉണ്ടാകില്ല ആദർശേട്ടാ. ആദർശേട്ടൻ വെറുതെ ഓരോന്ന് ചിന്തിക്കേണ്ട. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരിക്കലും ആദർശേട്ടനോട് അക്കാര്യം പറയാതിരിക്കില്ല നയനേടത്തി. അങ്ങനെ ആദർശം മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, നയന എന്നോട് മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ അവളോട് പൊറുക്കില്ല. ഞാൻ ഇതുവരെ നയനയോട് ഒരു കാര്യവും മറച്ചു വെച്ചിട്ടില്ല. പക്ഷേ നയന എന്തൊക്കെയോ എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നത് പോലെ എന്നൊക്കെ ചിന്തിക്കുകയാണ് ആദർശ്. അതേസമയം ദേവയാനിയാണെങ്കിൽ ഗംഭീര അഭിനയമാണ് കാഴ്ചവെക്കുന്നത്. എല്ലാവരുടെയും മുന്നിൽ തീരെ പരിചയമില്ലാത്തതുപോലെ പെരുമാറുകയാണ്. അതേസമയം അനാമികയാണെങ്കിൽ അവളുടെ വീട്ടിലാണ്. അനാമിക പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും അനന്തപുരിയിൽ കയറിയിട്ട് അവിടുത്തെ സ്വത്തുക്കളെല്ലാം അടിച്ചു മാറ്റണം. ആ ഒരൊറ്റ ലക്ഷ്യമേ ഇനിയുള്ളൂ എന്നൊക്കെ പറയുകയാണ്. അതേസമയം വേണു പറയുന്നുണ്ട്, അതേ മോളെ, നീ അല്പം നയത്തിലൊക്കെ നിൽക്കണം. പഴയ പോലെയുള്ള ദേഷ്യമെല്ലാം മാറ്റി നീ ഒന്ന് അഭിനയിക്കണം, അവരെയൊക്കെ സ്നേഹിക്കുന്നത് പോലെ.
കാര്യം എന്തെന്ന് വെച്ചാൽ ആ നന്ദു SI ആയി വന്നാൽ നമ്മുടെ കാര്യം പിന്നെ പോക്കാം. അതുകൊണ്ട് നീ തഞ്ചത്തിൽ നിന്ന് അനിയമായിക്ക് ആ സ്വത്തെല്ലാം കൈക്കലാക്കാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞു വിടുകയാണ്. അങ്ങനെ നന്ദുവിന് വീണ്ടും ട്രെയിനിങ്ങിന് പോകാനുള്ള സമയമാവുകയാണ്. അങ്ങനെ ദേവയാനി നയനിയോട് പറയുന്നുണ്ട്, നയനി നന്ദു ട്രെയിനിങ്ങിന് പോകുന്നതിന് മുമ്പ് നന്ദുവിനെ ഒന്ന് ഇങ്ങോട്ട് വിളിക്കണം, അവൾക്ക് ഭക്ഷണം കൊടുക്കണം എന്നൊക്കെ ഞാൻ കരുതിയതാണ്. ഒരു സദ്യ തന്നെ ഒരുക്കി കൊടുക്കണം ഇവിടെ വെച്ചിട്ട്. പക്ഷേ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ എങ്ങനെ കൊടുക്കും? അനാമികയല്ലേ ഇവിടെയുള്ളത്, അവൾക്ക് നന്ദു വരുന്നത് ഇഷ്ടപ്പെടില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നുണ്ട്, ശരിയാ, അതുകൊണ്ട് വേണ്ട അമ്മേ. നന്ദു ഇവിടെ വന്നിട്ട് അനിയുടെ ജീവിതത്തിൽ ഇനിയൊരു പ്രശ്നവും ഉണ്ടാകേണ്ട. അനാമികയ്ക്ക് അതിഷ്ടമാവില്ല. അവൾ നന്ദുവിനെ വഴക്ക് പറയും, നന്ദുവും തിരിച്ചു പറയും. അങ്ങനെ രണ്ടുപേരും തമ്മിൽ വഴക്കും പ്രശ്നമെല്ലാം ഉണ്ടാകും. അത് കേട്ട് ദേവയാനി പറയുന്നുണ്ട്, ഇല്ല, നന്ദുവിനെ വിളിച്ച് എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്തായാലും ഒരു നേരത്തെ ഭക്ഷണം ഞാൻ കൊടുക്കും. ഇനി അനാമിക പ്രശ്നമുണ്ടാക്കിയാലും കുഴപ്പമില്ല എന്നൊക്കെ പറയുകയാണ് ദേവയാനി. എന്നിട്ട് ദേവയാനി നന്ദുവിനെ വിളിക്കുന്നുണ്ട്, നന്ദു, ഞാനൊരു കാര്യം പറയട്ടെ, അടുത്ത ആഴ്ച ട്രെയിനിങ്ങിന് പോവുകയല്ലേ, ഇങ്ങോട്ടൊരു ദിവസം വരണം. ഞാനിവിടെ ഒരു സദ്യ ഒരുക്കിയിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ ഒപ്പം ഇരുന്ന് ഒരു നേരത്തെ ഭക്ഷണം നന്ദു കഴിക്കണം. അതെൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എന്നൊക്കെ പറയുകയാണ് ദേവയാനി. അത് കേട്ട് നന്ദു പറയുന്നുണ്ട്, അതെനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ് ആദർശേട്ടൻ്റെ അമ്മേ. പക്ഷേ ഞാൻ അങ്ങോട്ട് വന്നാൽ അനാമികയ്ക്ക് ഒട്ടും പറ്റില്ല. അവൾ എന്തെങ്കിലും പറഞ്ഞ് പ്രശ്നമുണ്ടാക്കും. വെറുതെ എന്തിനാണ് അനിയുടെ ജീവിതത്തിൽ ഒരു കരടായി ഞാൻ നിൽക്കുന്നത്? അത് കേട്ട് ദേവയാനി പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല, അനാമിക എന്ത് പറയുന്നു എന്ന് നീ ചിന്തിക്കേണ്ട, എന്തായാലും നീ ഇങ്ങോട്ട് വരണം എന്നൊക്കെ പറയുകയാണ് ദേവയാനി. അത് കേട്ട് നന്ദു സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ നന്ദു ചെന്ന് നവ്യയോട് പറയുന്നുണ്ട്, നവ്യേച്ചി, ആദർശേട്ടൻ്റെ അമ്മ വിളിച്ചിരുന്നു അനന്തപുരിയിലേക്ക് വരണമെന്ന്, അവരുടെ കൂടെ ഇരുന്ന് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കണമെന്ന്. ഞാൻ എന്താണ് ചെയ്യുക? അങ്ങോട്ട് ചെന്നാൽ ആ അനാമിക അവൾ എന്നെ വെറുതെ വിടില്ല. അവൾക്ക് ഒട്ടും ഇഷ്ടമാവില്ല. അവളുടെ മുഖം കാണാനും അവളുടെ വായിലുള്ളത് കേൾക്കാനും ഞാൻ അങ്ങോട്ട് പോകേണ്ടേ? അത് കേട്ട് നവ്യ പറയുന്നുണ്ട്, ആദർശേട്ടൻ്റെ അമ്മ മോളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ മോൾ പോകണം. അമ്മായി സ്നേഹത്തോടു കൂടി വിളിച്ചതല്ലേ. ഇതിനു മുമ്പ് നമ്മളോടെല്ലാവരോടും എന്ത് ദേഷ്യമായിരുന്നു, ആരെയും ഇഷ്ടമില്ലായിരുന്നു. ഇപ്പോൾ സ്നേഹത്തോടു കൂടി വിളിച്ചിട്ടുണ്ടെങ്കിൽ മോൾ എന്തായാലും പോകണം. മോൾ അവിടെ ചെന്നാൽ ആ അനാമികയ്ക്കും എൻ്റെ അമ്മായിമ്മയ്ക്കും ഒന്നും ഇഷ്ടമാവില്ല. അവർക്ക് ഇഷ്ടമായില്ല എന്ന് കരുതി നമുക്ക് എന്താണ് പ്രശ്നം? അതുകൊണ്ട് മോൾ തീർച്ചയായിട്ടും അങ്ങോട്ട് പോകണം എന്നൊക്കെ പറയുകയാണ് നവ്യ. അപ്പോൾ അനാമിക പ്രശ്നമുണ്ടാക്കില്ലേ എന്നൊക്കെ നന്ദു പറയുമ്പോൾ നവ്യ പറയുകയാണ്, അതല്ലേ ഞാൻ നോക്കിക്കോളാം, അതൊക്കെ ഞാൻ നോക്കിക്കോളാം, അവളൊരു പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ നവ്യ അനാമികയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഞാൻ നവ്യയാണ്, ഞാൻ വിളിച്ചതിനൊരു കാരണമുണ്ട്. എൻ്റെ അനിയത്തി നന്ദു അങ്ങോട്ട് വരുന്നുണ്ട്. SI ട്രെയിനിങ്ങിന് പോകുന്നതിന് മുമ്പായിട്ട് അവൾ അങ്ങോട്ട് വരും. അതുകൊണ്ട് തന്നെ അവളെ അനന്തപുരിയിലേക്ക് വിരുന്നിന് ക്ഷണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീ മുഖം കറുപ്പിച്ച് അവളോടൊന്നും പറയരുത്. അത് കേട്ട് അനാമിക പറയുന്നുണ്ട്, അവൾ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത്? പല പ്രാവശ്യം ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് വരരുതെന്ന്. പിന്നെയും അവളെ ഇങ്ങോട്ട് തള്ളി വിടുകയാണല്ലേ. അനിയുടെ ജീവിതത്തിലേക്ക് അവളെ എങ്ങനെയെങ്കിലും കയറ്റി വിടണം, അതല്ലേ നിങ്ങളുടെ ഉദ്ദേശം? അതുകൊണ്ട് തന്നെ ആ നന്ദു ഇങ്ങോട്ട് വന്നാൽ ഞാൻ മിണ്ടാതിരിക്കുമെന്ന് നിങ്ങൾ കരുതേണ്ട. അത് കേട്ട് നവ്യ പറയുകയാണ്, നീ രണ്ടും കൽപ്പിച്ചാണല്ലേ. എന്നാൽ ഞാൻ നിന്നോടൊരു കാര്യം പറയാം, നന്ദു അവിടെ വരുമ്പോൾ നീ എന്തെങ്കിലും പറഞ്ഞാൽ അന്ന് വല്യമ്മയെ കൊല്ലാൻ പാലിൽ വിഷം കലർത്തിയത് നീയാണെന്ന് ഞാൻ എല്ലാവരോടും പറയും. പിന്നെ നിന്റെ കാര്യം പോക്കാണ്. പിന്നീടുള്ള നിന്റെ ജീവിതം ജയിലിലായിരിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കുന്നതാണ് നിനക്ക് നല്ലത്. നന്ദുവിനോട് സ്നേഹത്തോടു കൂടി തന്നെ പെരുമാറി അവൾക്ക് ഭക്ഷണം വിളമ്പി കൊടുത്തോണം. അങ്ങനെ അനാമിക മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ആ നന്ദു SI ആകാൻ പോവുകയാണ്. ഇനി ഇവിടെ എങ്ങാനും പോസ്റ്റിംഗ് കിട്ടിയാൽ പറയുകയും വേണ്ട, പിന്നെ ഞങ്ങളുടെ കാര്യം പോക്കാണ്. അച്ഛൻ പറഞ്ഞതുപോലെ ഇനി കുറച്ച് മയത്തിലൊക്കെ നിൽക്കാം. അങ്ങനെ നന്ദു അനന്തപുരിയിലേക്ക് വരുന്നുണ്ട്. എല്ലാത്തരം ഭക്ഷണങ്ങളും നന്ദുവിനായിട്ട് ദേവയാനി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സമയത്താണ് അനാമിക അങ്ങോട്ട് വരുന്നത്. അനാമികയെ കാണുമ്പോൾ എനിക്കൊരു പേടിയൊക്കെയുണ്ട്. ഇവൾ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കുമോ എന്നൊക്കെ ചിന്തിക്കുകയാണ് ഞാൻ. അതേസമയം അനാമിക വലിയ സന്തോഷത്തിൽ വന്നിട്ട് എന്നിട്ട് പറയുന്നുണ്ട്, ആവശ്യത്തിന് കഴിച്ചോ കേട്ടോ, ഇനി ഇപ്പോൾ SI ട്രെയിനിങ്ങിനൊക്കെ പോവുകയല്ലേ, ഇനി എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്, ഞാൻ പറഞ്ഞതെല്ലാം മറക്കണം. അതുകൊണ്ട് ഞാൻ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഇത് ചെയ്യുന്നത്, വിളമ്പി തരുന്നതൊക്കെ. അങ്ങനെ വലിയ സന്തോഷത്തിൽ അനാമിക ഭക്ഷണം വിളമ്പി നന്ദുവിന് കൊടുക്കുന്നുണ്ട്. പക്ഷെ മനസ്സിൽ മുഴുവൻ നന്ദുവിനോട് വലിയ ദേഷ്യമാണ് അനാമികയ്ക്ക്. എങ്ങനെ മയത്തിൽ പെരുമാറി അനിയുടെ സ്വത്തുക്കളെല്ലാം അടിച്ചു മാറ്റണം എന്നൊരൊറ്റ ലക്ഷ്യമേ അനാമികയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇക്കാര്യം നയന മനസ്സിലാക്കുകയാണ്. നയന നന്ദുവിനോട് പറയുന്നുണ്ട്, കണ്ടോ അവൾ മാറിയത് കണ്ടോ, ഇവിടെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. മോൾ
നന്ദു, എനിക്കൊരു പേടിയുണ്ട്. നീ ഭക്ഷണം കഴിക്കുന്നതിൽ ഇവളെന്തെങ്കിലും ചേർത്തിട്ടുണ്ടാകുമോ? ഞാൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നീ എസ് ഐ ആയിട്ട് വരുമ്പോൾ അവളുടെ കള്ളത്തരങ്ങൾ പിടിക്കുമോ എന്നൊരു ഭയം അവൾക്കുണ്ടാകും. അതുകൊണ്ടായിരിക്കും അവൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അനാമിക റൂമിലേക്ക് പോവുകയാണ്. അങ്ങനെ അനാമിക അനിയോട് പറയുന്നുണ്ട്, നിനക്കിന്ന് വലിയ സന്തോഷമായി കാണുമല്ലോ, നിന്റെ കാമുകിയുടെ അടുത്തിരുന്ന് ഭക്ഷണം കഴിച്ചില്ലേ? അത് കേട്ട് അനി പറയുകയാണ്, നിനക്കിന്ന് എന്താണ് പറ്റിയത്? ഇന്ന് നീ അവളോട് ഉടക്കാനൊന്നും പോയിട്ടില്ലല്ലോ. നിനക്ക് പേടിയുണ്ടല്ലേ? അവൾ എസ് ഐ ആയി വരുമ്പോൾ നിനക്കിട്ട് പണി തരുമോ എന്ന് നിനക്ക് പേടിയുണ്ട്. അത് കേട്ട് അനാമിക പറയുന്നുണ്ട്, എനിക്കൊരു പേടിയുമില്ല. ഞാൻ എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടാകും. പിന്നെ നീ ഒരു കാര്യം ഓർത്തോ, എന്നെ പറ്റിച്ചിട്ട് നീ അവളുടെ കൂടെ സുഖമായി ജീവിക്കാമെന്ന് കരുതേണ്ട. അത് കേട്ട് അനി പറയുന്നുണ്ട്, അതെനിക്കറിയില്ലേ, നീ ആരെയോ പേടിക്കുന്നുണ്ട്. നിന്റെ കള്ളത്തരങ്ങൾ എന്തൊക്കെയോ പുറത്തു വരാനുണ്ട്. അതുകൊണ്ടല്ല അനാമികയെ നീ ഇന്ന് ഒതുങ്ങിയത്. അത് കേൾക്കുമ്പോൾ അനാമിക ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. ഇനി ഇവനെങ്ങാനും അറിഞ്ഞോ ഞാൻ പായസത്തിൽ വിഷം കലർത്തിയ കാര്യം? അങ്ങനെ ഒരിക്കൽ ഞാനി ആദർശ് ഓഫീസിലേക്ക് പോകാൻ നേരം വലിയ ഗൗരവത്തിൽ നിൽക്കുകയാണ് ദേവയാനി. ആദർശാണെങ്കിൽ അവരെ സംശയത്തോടു കൂടി നോക്കുന്നുണ്ട്. അങ്ങനെ ആദർശം മുന്നിൽ പോകുന്ന സമയത്ത് ഞാൻ ചിരിച്ചുകൊണ്ട് ദേവയാനിയോട് പതുക്കെ യാത്ര പറയുന്നുണ്ട്. അങ്ങനെ ആദർശ് ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയോ പ്രശ്നമുണ്ടല്ലോ, നീ എന്നിൽ നിന്ന് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ? ഇല്ല ആദർശേട്ടാ, ഞാനൊന്നും മറച്ചു വെക്കുന്നില്ല. അങ്ങനെ ആദർശ് പല സന്ദർഭങ്ങളിലായി ഞാനെയും ദേവയാനിയും ശ്രദ്ധിച്ച് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ആദർശിന് വലിയ ദേഷ്യം തന്നെ നയനയോട് തോന്നുകയാണ്. അങ്ങനെ ആദർശ് നയനയോട് പറയുന്നുണ്ട്, നീ എന്നിൽ നിന്ന് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടെങ്കിൽ സത്യസന്ധമായി നീ എന്നോട് പെരുമാറുന്നില്ല എന്നാണ് അർത്ഥം. അന്ന് നിൻ്റെ വീട്ടിൽ വന്ന് ഞാൻ എത്രമാത്രം കാല് പിടിച്ച് വിളിച്ചു, എന്നിട്ട് എൻ്റെ കൂടെ വരാൻ നീ കൂട്ടാക്കിയില്ല. അമ്മ വരണോ എന്ന വാശിയിൽ തന്നെ നിന്നു. നീ എന്നോട് എല്ലാ കാര്യവും തുറന്നു പറയാറുള്ളതാണ്. നീ അമ്മയെ ഒന്നായ കാര്യം എന്നോട് നിനക്ക് പറയാമായിരുന്നു. നീ പറഞ്ഞ കാര്യം ഒരിക്കലും ഞാൻ അമ്മയോട് പറയില്ലായിരുന്നു. നീ എന്നോട് ചെയ്തത് വലിയൊരു തെറ്റാണ്. അതുകൊണ്ട് ഇനി മുതൽ നീ ഓഫീസിലേക്ക് വരേണ്ട. നീ എന്നെ ചതിച്ചു. അതുകൊണ്ട് ഒരിക്കലും നിന്നെ എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ല. അങ്ങനെ ആദർശ് നയനയോട് ദേഷ്യപ്പെടുകയാണ്. ആദർശ് പറയുന്നത് സഹിക്കാനാകാതെ നയനെ പൊട്ടിക്കരയുന്നുണ്ട്. അങ്ങനെ നയനെ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ആദർശേട്ടന് ഇഷ്ടമില്ലാത്ത വീട്ടിൽ ഞാൻ നിൽക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് പോവുകയാണ്. നയനയുടെ ആ തീരുമാനം കേട്ട് ദേവയാനി ആകെ വല്ലാതെയാകുന്നുണ്ട്. അങ്ങനെ നയനെ പോകാൻ ഒരുങ്ങുമ്പോൾ ദേവയാനി പുറകെ നിന്ന് വിളിക്കുന്നുണ്ട്, മോളെ, ഞാൻ കാരണമാണ് മോൾക്ക് ഈ അവസ്ഥയുണ്ടായത്. അതുകൊണ്ട് മോളുടെ കൂടെ ഞാനും വരികയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി നയനയുടെ കൂടെ പോകുന്നുണ്ട്. ദേവയാനിയുടെ ഈ തീരുമാനം കേട്ട് ആദർശ് ഒരു മറുപടിയും പറയുന്നില്ല. ദേഷ്യത്തോടു കൂടി തന്നെ നിൽക്കുകയാണ് ആദർശ്.